കാല് ചവിട്ടി നോക്കി വെള്ളത്തില് തണുപ്പുണ്ടോ നോക്കി. ഇവിടെ എടുത്ത നിങ്ങൾ ഈ കണ്ടതൊരു ലേക്കാണെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങളും ഞെട്ടിപ്പോയി, ഇതൊരു ലേക്കാണോ എന്ന്. അതിന് മുന്നേ തന്നെ ഞങ്ങളൊന്ന് ഞെട്ടിയിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി വന്നത് എംറാൾഡ് ലേക്ക് കാണാനാണ്. അവിടെ ചെന്നപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ലേക്ക് പോയിട്ട് നമ്മളൊരു മരുഭൂമി ചെന്ന അവസ്ഥയായിരുന്നു. ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. ഇതിൽ പിന്നെയും ഒരു ശകലം വെള്ളമെങ്കിലും ഉണ്ടല്ലോ. ലേക്കാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഇനി അടുത്ത് വേറൊരു ലേക്ക് ഉണ്ട്, കുറച്ച് ദൂരം പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒന്നുകൂടെ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഫസ്റ്റ് കാണുന്ന ഒരാൾക്കിത് ലേക്കാണോ എന്ന് തോന്നിപ്പോവും. ചെറിയൊരു അരുവി അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈ നിൽക്കുന്ന തിട്ട വരെയും വെള്ളം വരേണ്ടതാണ്. ഇത് അത്രയ്ക്ക് ഉണങ്ങി വരേണ്ടത് കൊണ്ടാണ് ഇങ്ങോട്ട് വെള്ളമില്ലാത്തത്. ഇവിടം വരെയും വെള്ളം കാണേണ്ട ലേക്കാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും, മുൻപ് വെള്ളം ഇത്രയും ഉണ്ടായിരുന്നു നമുക്കവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. പക്ഷേ വിസിറ്റേഴ്സൊക്കെ ഒരുപാടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊടും കാട്ടിനുള്ളിലൂടെയാണ് നമ്മൾ ഈ ലേക്കിലേക്ക് പോകുന്നത്. അതിനിടയ്ക്കുള്ള കാഴ്ചയാണ് ഈ ലേക്കിനെക്കാട്ടിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ച. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് വാണിംഗ് തന്നിരുന്നു. പിന്നെ നമ്മൾ വാഹനത്തിന് വെളിയിൽ ഇറങ്ങരുത്, വെളിയിലിറങ്ങി ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല, വാഹനത്തിന് വെളിയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങാനേ പാടില്ല എന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവർ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നിടത്തുനിന്നേ വാൺ ചെയ്തിട്ടാണ് വിടുന്നത്, വാഹനത്തിന് വെളിയിൽ ഇറങ്ങരുതെന്ന്. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, പിന്നെന്തിനാ വന്നാൽ നമുക്കൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങണ്ടായോ എന്ന്. പക്ഷേ അതിന് കാരണം പിന്നെ മനസ്സിലായത്, ഞങ്ങൾ കാട്ടിലെ മാനുണ്ടല്ലോ, മറ്റേ ചെറുതല്ല വലുത്, കലമാൻ എന്നൊക്കെ പറയത്തില്ലേ, അത് പെട്ടെന്ന് വണ്ടിയെ ക്രോസ് ചെയ്തു. പക്ഷെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ചാടിപ്പോയി. പുലിയും കാട്ടാനയും ഒക്കെ വിഹരിക്കുന്ന കാടാണെന്ന് പിന്നെ സൈൻ ബോർഡ് കണ്ടത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.